ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് സ്ലൈസ് ചെയ്ത് അതിൻ്റെ സൈഡ്സിൻ്റെ ബ്രൗൺ എല്ലാം വെട്ടി ലെവലാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ബ്രെഡ് വേണം അതിനനുസരിച്ച് എടുക്കാം. എനിക്കൊരു 6 പീസ് എടുക്കുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ലെയറിനും സെക്കൻഡ് ലെയറിന് ഒരു 5 ലെയറും ഫസ്റ്റ് ലെയറിനൊരു 5 അതുപോലെ എടുത്ത് അതൊന്ന് നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഗീയോ ബട്ടറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആകുന്ന പോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ അതൊരുവിധം ബ്രൗൺ ആയതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു പാനിൽ നമുക്ക് കുറച്ച് പാലെടുത്ത് സെറ്റാക്കാം. 2 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം 1 കപ്പ് പഞ്ചാര എടുക്കാം. 1 കപ്പ് പഞ്ചാര ഇട്ട് നല്ലോണം പഞ്ചാര ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അതിന് ശേഷം 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പാക്കറ്റിലേക്ക് ഏകദേശം തീരാനായി ഗൈസ്, അതുകൊണ്ടാട്ടോ. പിന്നെ ഒരു നുള്ളു വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പിങ്ക് സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടായി ടൈഗറിൻ്റെ, അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് കട്ടിയാകുന്ന പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിട്ട് അടി പിടിച്ചും. അതിനുശേഷം നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊക്കെ മറന്നുപോയി ഗൈസ്, അതുകൊണ്ട് എൻ്റെ വിപ്പിംഗ് ക്രീം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അത് നല്ല വിപ്പിംഗ് ക്രീം ഫ്ലഫി ആവുന്നവരെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് നല്ലോണം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ മിൽക്ക് സിറപ്പിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ബ്രെഡെല്ലാം സെറ്റാക്കി കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ സിറപ്പ് പിന്നെ സെറ്റാക്കി കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ചും കൂടി ഈ വിപ്പിംഗ് ക്രീം സെറ്റാക്കി മേലെ കുറച്ച് ചോക്ലേറ്റ് ക്രഷോ അല്ലെ കൊക്കോ പൗഡറിൻ്റെ ക്രഷോ ഏതെങ്കിലും ഇട്ട് നമ്മളെ ബ്രെഡ് പുഡിംഗ് സെറ്റായി. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.